പാമ്പുകുട്ടിയോ ഗൈസ്? പാമ്പ് 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 പാമ്പ്. ചേണത്തണ്ടല്ല, ഇത് അണലി. അണലിയോ? അണലി 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 ഗൈസ്, അണലി. ഇത്രത്തോളാണ് നമ്മളെ ഒരു റൂമത്തെ പുല്ല് വരുന്നത്. നമ്മളൊരു വാടകപ്പേരൻ്റെ കാര്യം നോക്കുന്നുണ്ടെന്ന്. വാടകപ്പേര ഗൈസ് എവിടെയും കിട്ടാനില്ല പറഞ്ഞാൽ എന്താ കാട്ടുക? ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. നിങ്ങൾ വിചാരിക്കണുണ്ടാവും ഞങ്ങളെന്താ ഈ ഒരു കാട്ടിലിരിക്കണേന്ന്. ഗൈസ് ഇത് കാടല്ല, ഇത് നമ്മുടെ മുറ്റാണ്. പെരപ്പണി നടന്നുകൊണ്ടിരിക്കണ പെരൻ്റെ മുറ്റാണ് ഗൈസ്. കണ്ടില്ലേ, ഇതാണ് ഇപ്പം നമ്മളെ പെര. ഞാൻ ആകെ ഒന്ന് കാട്ടി ആകെ നമുക്ക് കാണിച്ചു കൊടുക്കാം, ടൈമുണ്ട്. നമ്മളിപ്പോൾ ഇത് പുറം കാട് കാണുമ്പോൾ ആകെ സിമെന്റ് ഇട്ടൊന്നും കരുതണ്ട. അപ്പോൾ നമ്മളെ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗൈസ് ഇപ്പോൾ പെരുന്നാളാണ് നാളെ വരുന്നത് അല്ലേ? എത്ര എളുപ്പമാണ് പെരുന്നാൾ വന്നതെന്ന് ഗൈസ് നമുക്ക് തന്നെ അറിയില്ല. 2 മാസം 10 ദിവസം കഴിഞ്ഞാൽ പെരുന്നാൾ വരും. ചെറിയ കഴിഞ്ഞാൽ വരും ഹജ്ജ് പെരുന്നാൾ. അപ്പോൾ നമ്മൾ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ പെരപ്പണി നടത്തുന്നില്ല ഗൈസ്. പെരപ്പണി നടത്തുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് മൈൻഡ് ആക്കാൻ പറ്റില്ല. കാരണം അപ്പുറത്തും ഇപ്പുറത്തും ഗൈസ് പെരക്കാരില്ല, അതാണ്. അപ്പോൾ നമ്മളിവിടെ കാടായതുകൊണ്ട് ഗൈസ് അത് ഓൽക്ക് ബുദ്ധിമുട്ടാവും, എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. കാരണം ഇവിടെ കാട് പിടിച്ച് കിടന്നു കഴിഞ്ഞാൽ ഗൈസ് എന്തൊക്കെ സംഭവിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ കാര്യം. അതായത് പാമ്പുക്കളും ജന്തുക്കളും ഒക്കെ ഗൈസ് ഓല പെരയ്ക്ക് വരും. അപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടാണ്. പിന്നെ പറഞ്ഞാൽ നമ്മളെ പേരെ നമുക്ക് ഇങ്ങനെ ഇടാനൊരു ഇതില്ല. അതായത് എന്തെങ്കിലും ഒന്ന് നമുക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോഴത്തെ പരിപാടി പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളൊക്കെ കഴിച്ച് ആകെ കാട് പിടിച്ച് കിടക്കുകയാണ്. അതേപോലെ തന്നെ ഇത് ഫുള്ള് കാടാണ്. അപ്പോൾ ഇത് വെട്ടാൻ വേണ്ടി കഴിച്ച് നമ്മൾ പുറത്തുനിന്നൊരു ബായിനെ പണിക്ക് വിളിച്ചിരിക്കണേ. ബൈ ചായനെ ചായ കുടിച്ചിട്ട് വഴിത്താതി. അല്ലേ പിന്നെ ഞാൻ ഇന്നലെ ഇങ്ങോട്ട് കഴിച്ച് വിളിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചക്കക്കൂട്ടാനും ചിക്കൻ കറിയും. എന്നിട്ട് തിന്നില്ലല്ലോ ചെയ്യും. ചക്കക്കൂട്ടാനും ചിക്കൻ കറി ഇല്ല, ഒരു കാട്ടുകോട്ടിട്ട് അങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്കിയാൽ. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ഓർഡർ ചെയ്യാം. എന്താ നെയ്ച്ചോറോ? അതോ ഇതൊന്നും വേണ്ട, നമുക്ക് ഇത് കഴിച്ചാം. അപ്പൊ മെഷീനും കൊണ്ടുണ്ടല്ലോ ഈ വലിയ വലിയ കുറ്റികളൊന്നും ആക്കാൻ പറ്റൂല. അപ്പൊ ഉമ്മയും മമ്മിയും വലിയ കുറ്റികളും അവിടെ 2-3 കുറ്റികളും പിടിച്ചുണ്ടാക്കുന്ന പരിപാടി. പിന്നെ കഴിച്ച് നമ്മൾ പറഞ്ഞിനി നമ്മളൊരു വാടകപ്പേരൻ്റെ കാര്യം നോക്കുന്നുണ്ടെന്ന്. വാടകപ്പേര കഴിച്ച് എവിടെയും കിട്ടാനില്ല പറഞ്ഞാൽ എന്താ കാട്ടുക? കോട്ടേഴ്സ് ഉണ്ട് നമ്മൾ ഈ ഏരിയയിലൊന്നും. വാടക ഒരു പെര അതായത് നമ്മൾ പറഞ്ഞത് ആ ജസ്റ്റ് ചെറിയ ചെറിയ കണ്ടീഷൻസ്. അതായത് അയൽക്കാർ പാടില്ല, അതായത് എടുത്തെടുത്ത് പാടില്ല. പിന്നെ നമ്മളീം കാട്ടിലൊരു നല്ല പെര വേണ്ടേ നമുക്ക് വാടകയ്ക്ക്? പിന്നെ വണ്ടി കയറണം. നമ്മൾ പോയി കണ്ട പെരകളൊക്കെ കഴിച്ച് ഇപ്പൊ പൊളിഞ്ഞാട് നാളെ പൊളിഞ്ഞാടും. പെരണ്ട്, അടിപൊളി റൂം എല്ലാം ഉണ്ട്, കിണറില്ല. അപ്പോഴും കരിയാടാണ്. അതല്ലേ മൂപ്പര എല്ലാം ഉണ്ട് പറഞ്ഞു. അതായത് നമ്മളെല്ലാം ഉണ്ട് പറഞ്ഞു. റൂമൊക്കെ ചെക്ക് ചെയ്തു. എല്ലാം 3 റൂം, അടിപൊളി അറ്റാച്ച്ഡ് ബാത്റൂം, 2 അറ്റാച്ച്ഡ് ബാത്റൂം. പിന്നെ വാടകന്റെ കാര്യം പറഞ്ഞു ഒക്കെ ഓക്കെ ആയി. വെള്ളം പോയി നോക്കിയതാ. കിണറ്റിക്കണ നോക്കിയപ്പോ കിണർ പൗതിക്കുന്ന ഇടിഞ്ഞാണ് പോയിക്കണേ. മോട്ടിട്ട മണ്ണ വരിക കിണറ്റിക്കൂടെ. മൂപ്പരാണ് അപ്പളത് കാണുന്നത്. പിന്നെ ഒന്നും പറയാനില്ല. നമ്മള് വേഗം ആ കിണർ മൂപ്പര പറഞ്ഞു കഴിഞ്ഞ് വേറെ കിണർ കുത്തല നടക്കുള്ളൂ. വാടകയ്ക്ക് വെക്കാൻ പോലെ ലാസ്റ്റ് ഞങ്ങളാ മോട്ടർ കയറ്റേണ്ട അവസ്ഥയായി. മൂപ്പര ഞങ്ങളോട് വരെ കയറ്റി തരാൻ പറ്റുമോ? അത് നമ്മളെ ഉപ്പട ഭാഗത്ത്. അപ്പൊ ഗൈസ് നിങ്ങൾ ആരെങ്കിലും നമ്മളെ പരിസരത്ത് നിന്ന് വ്ളോഗ് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെ അറിവിൽ വല്ല വാടകപ്പര ഒരു വാർപ്പിന്റെ പെര ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മള് കോണ്ടാക്ട് ചെയ്യും. നിലമ്പൂർക്കൊന്നും പോണ്ട. ഈ ഒരു പാലുണ്ട നമുക്ക് പോത്തല് വരെ പോവാം. പാലുണ്ടെന്ന് തൊട്ട് ഗൈസ് പോത്തല് വരെ പോകാം. അപ്പൊ നിങ്ങളെ പരിധിയിൽ എവിടെയെങ്കിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമ്മളോട് പറയും. കാരണം നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് മാറാനാണ് വിചാരിച്ചിരുന്നത്. ഇതിപ്പോ പെരുന്നാൾ നാളെ. എന്നാ അമ്മ ഇരുത്തം കഴിഞ്ഞില്ലേ? ഉച്ചയാകുമ്പോ പിന്നെ ചോറിന് പോകാനായി. വെയിലുണ്ട് ആകെ തീരുമാനമാവില്ല എന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആൾക്കാരൊക്കെ പഠിക്കൊണ്ടിരിക്കുന്നത്. കൈ പിടിച്ചോളാം പെരന്റെ ഉള്ളിൽ കാണിച്ചു കൊടുക്കുക. പെരന്റെ ഉള്ളുമ്പാടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പണി പണി കേട്ടോ. പിന്നെ റിസ്വാന മോട്ടോർ സ്റ്റാർട്ടാക്കിയ പിന്നെ ഒരു ഓഫ് ആക്കലില്ല. ഉണ്ട് 10 മിനിറ്റ് 10 മിനിറ്റ് ആണ് മൂപ്പര് ഓഫ് ആക്കാൻ പറഞ്ഞേ. അപ്പൊ ഗൈസ് ഇതാണ് ഇപ്പൊ നമ്മളെ പെരന്റെ ഉള്ളത്തെ അവസ്ഥ. ഇവിടെ ഒരു ഇതെന്താ മത്തനോ അതോ കുമ്പളോ എന്താ കുത്തിപ്പോയിനി ഇവിടെ റൂമില് കൂട്ടാൻ വെക്കുമ്പോളേ? അടുക്കള ഇതാണെന്നല്ലേ പറഞ്ഞേ? ഇതാണ് അടുക്കള. ഇത് 3 റൂം. അല്ല ഒരു പയ്യനെ കിട്ടുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കിട്ടിയ പള്ള അറിഞ്ഞേനി.
പച്ചപ്പുൽച്ചാടി ഇത് ഇന്റെ റൂം. ഇവിടെ ഏകദേശം കാടുണ്ട്. അത് അനുവിന്റെ റൂം. അവിടെ ഏകദേശം കാടുണ്ട്. പിന്നെ ഉമ്മമാന്റെ ഇമ്മാന്റെ റൂമിലാണ് ഗൈസ് ഏറ്റവും കൂടുതൽ കാട് കിടക്കുന്നത്. ഇന്ത്യയിൽ അങ്ങനെ ഒരു മരം ഉണ്ടായിക്കണ കണ്ടേ? അതൊക്കെ പാറകട നമ്മളെ ഞങ്ങളുടെ റൂമിലുണ്ട് മരം. ഗസ്റ്റ് ആക്ക് വന്നിരിക്കാൻ വേണ്ടിട്ട് എന്തേലും ഞുള്ളി പൊറുക്കാൻ വേണ്ടിട്ട് കുറച്ച് ലേസം പുല്ലാടെ വെച്ചിക്കണേ. ഇല്ല അത് ഷീറ്റ് പാറിപ്പോകാൻ വേണ്ടിട്ട് മുകളിൽ ഷീറ്റ് ഇട്ട ടൈം വെച്ചാണ്. എന്നാ പണി തുടങ്ങിയല്ലേ? എന്നാ ഞാൻ കോസ്റ്റ്യൂം ശരിയാക്കട്ടെ. അത് പിടിച്ചടാ. കോസ്റ്റ്യൂം എന്താ ശരിയാക്കല്ലേ? ഗ്ലൗ ഒക്കെ ഇട്ടില്ലേ? ഫുള്ള് സെറ്റ് അല്ലേ? ഹെൽമെറ്റ് ഒക്കെ ഫുള്ള് സെറ്റ് ആണ്. ഇതാക്കണേ ഇത് നമ്മളെ കഴിഞ്ഞ പ്രാവശ്യത്തെ തന്നെ അല്ലേ? കഴിഞ്ഞ സെയിം സാധനം. റൈഡുമ്പോ ചെയ്യുമ്പോ പോകും ഇതാക്കാൻ വേണ്ടി എടുത്താണ്. പക്ഷെ ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ആവശ്യമാണ് ഇപ്പോഴാണ് മനസ്സിലായത്. കാടുവിട്ടല്ലേ? ഈ ഷീറ്റ് ഒരു കാര്യം കൊളോ വേസ്റ്റ്. അവിടെ ഒരു ടാങ്ക് ഉണ്ട്, ചെറിയൊരു ഇതുണ്ട്. അതിൽ കൊണ്ടുപോയിട്ടെ നട്ടുച്ച ടൈമാണ്. പക്ഷേങ്കിൽ എന്താ അറിയോ, മൈക്കിങ്ങോട്ട് ആവൂലേ അവിടെ വെച്ചിട്ട്. നട്ടുച്ച ടൈമാണ്. പക്ഷേങ്കിൽ തീരെ വെയിലില്ല. നമ്മളെ മയക്കാറ് ഗൈസ് നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഒന്നായിട്ട് മഴ വരുമ്പോഴത്തേന് കഴിച്ച് നമുക്ക് വേഗം തുടങ്ങിയിടാം. അമ്മമ്മയുടെ നുള്ളിപ്പൊറുക്കല്ല. അമ്മമ്മ പ്ലാസ്റ്റിക് മൊത്തം വലിച്ചിട്ടേ അവിടെ ഒരു ഇമ്മ പറഞ്ഞൊരു ടാങ്ക് ഇല്ലേ? അതായത് ഗൈസ് ഇമ്മ പറഞ്ഞു കഴിഞ്ഞാൽ ടാങ്ക് ഇതാണ് കേട്ടോ. ഈ ഒരു ഇതുണ്ടോ? ഉമ്മാന്റെ കാല് നോക്കി ഇങ്ങനെ പോന്നു. ഇത് തലി കൗച്ചിങ്ങാണ്ട് ഇവിടെ ഈ പണിക്ക് വെള്ളം എടുത്തോക്കാം. ഇപ്പൊ പൈക്കളെന്തോ വലിച്ചിട്ടോക്കാം ആകെ പൊട്ടി താമസടാ. ഞാൻ അല്ലാതെ പെരീക്ക് കൊണ്ടുപോയിട്ട് ഷീറ്റ് ഇട്ടിട്ട് മീൻ വളർത്തായിരുന്നു. എന്തായാലും ഇതുകൊണ്ട് ഇങ്ങനെ ഒരു ഉപകാരമുണ്ട് വേസ്റ്റ് ഇടാൻ. നമ്മളതിൻ്റെ പരിപാടി ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കാടുവിട്ട പരിപാടി തുടങ്ങുകയാണ്. അതായത് മോട്ടം വേദിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. റിസ്വാൻ ഇവിടെ കാണിയായിട്ട് നിൽക്കുന്നുണ്ട്. മോട്ടം താക്കണം അവിടുന്ന്. എടാ അപ്പം ആയുധം വെച്ചില്ല കളിയാണ് കേസ്. ആദ്യം വയ്യ മുതലേ തുടങ്ങണതോ? ഗൈസ് വേറൊരു കാര്യം, അത് ബംഗാളി ഒന്നല്ല കേട്ടോ, എന്റെ കൂട്ടുകാരനാണ്. ഞാൻ അത് കമന്റ് വരരുത്. പാമ്പുകുട്ടിയോ ഗൈസ്? പാമ്പ് 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 എവിടെ? ഇവിടെ ചേണത്തണ്ടല്ല, ഇത് അണലി. ആണല്ലോ അണലി 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 ഗൈസ്. അണലി 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 കേട്ടോ. അണലി കുട്ടിയാണ്. എടാ ഈ കത്തിന്റെ പടം കൊണ്ട് അടിച്ചു. ഈ കത്തിയുടെ പടം കൊണ്ടാണ് അടിച്ചത്. അങ്ങനെ ഗൈസ് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരികയായിരുന്നു. അതിനെ ആർക്കും ഒരു ശല്യം ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ അതിനെ മാറ്റി കൊണ്ടുപോയി കളഞ്ഞു ഗൈസ്. സേഫായി പാർപ്പിടത്തേക്ക് ആ സുരക്ഷിതമായ സ്ഥലത്തേക്ക് ഞങ്ങൾ അതിനെ യാത്രയാക്കി അല്ലേ? മൊത്തം നോക്കണം. ആ നോക്കിക്കോ അമ്മമ്മ, കൈയിട്ട് മാന്താൻ നിക്കട്ടെ അമ്മമ്മക്ക്. അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ് ഗൈസ്, ഏതെങ്കിലും പൊത്ത് കണ്ട അതിൽ കൈയിടണം. ആ ഒരു സ്വഭാവമാണ്. ഇമ്മ ഇവിടെ മാന്തിയപ്പോ ഞാൻ പറഞ്ഞു ഉമ്മ പാമ്പ് ഉണ്ടാവുന്ന്. അപ്പൊ ഉമ്മ പോയി. ഞാൻ വന്ന് പതുക്കണ്ടോ നോക്കി ഇങ്ങനെ കത്തിയേട്ടോ കോലിയേറ്റോ എടുത്ത് തോണ്ടിയാ മതി. അല്ല കൈ അതിന്റെ അടിയിൽ കൂടെ. ഞാൻ പറയുമ്പോഴേ ഇവര് രണ്ടാൾ അതിന്റെ ഉള്ളിൽ പോയി കുത്തിരുന്നോട്ടടാ. എന്തിന്? ഇതാ കുറ്റി ഇതൊക്കെ വെട്ടിക്കോട്ടെ. ഞാനടാ മണലിന്റെ മുഖത്ത് ആ പ്ലാസ്റ്റിക് ഒഴിഞ്ഞ വള്ളി അങ്ങനെ ഒഴിവാക്കുകയാണ്. അല്ലെ ഞാൻ കജിട്ട് ഇവിടെ മാണ്ടണില്ല. ഞങ്ങള് കാണൂല. അല്ലട കുട്ടി ഉണ്ട് മണ്ണേ നിരത്തുന്നല്ല. കൂടുതൽ കാടിലോടത്തേക്ക് പോകണ്ടില്ല. ഈ മണലത്തെ വള്ളിയാണ് വലിച്ചിട്ടുള്ളൂ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ഇനി അവിടെ നോക്കിക്കൊണ്ട് പണിയെടുക്കിട്ടോ. പണിയൊക്കെ മാറ്റിയിട്ടുള്ളൂ ഗൈസ്. ഇനിയാണ് നമ്മളെ പരിപാടി തുടങ്ങാൻ പോണത്. മമ്മ ഈ ഭാഗത്തേക്ക് വരി. ഇനിയാണ് ഗൈസ് നമ്മളെ പരിപാടി തുടങ്ങാൻ പോണത്. അതായത് കാടുവെട്ടൽ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ചെറുക്കാൻ തുടങ്ങി. നല്ല വലിയ പുല്ലുകളുണ്ട് കേട്ടോ ഗൈസ്. ഇത്രക്കും തോനെ പുല്ലുകളാണ്. ഞങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡും കൂടിയും കാട്ടിത്തരാം. ഇതാണ് നമ്മളെ പേരൻ്റെ ബാക്ക് ഭാഗത്തെ അവസ്ഥ പറയുന്നത്. ഇത് ബാക്ക് സൈഡാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ പേരൻ്റെ സൈഡ് ഭാഗം വരുന്നത്. ഇവിടെയാണ് ആ ലൈനൊക്കെ ഉള്ള സ്ഥലം കേട്ടോ, ഈ ഭാഗം. അപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങണത് മമ്മ നോക്കി ഇറക്കിട്ടോ. ഈ വായനൊക്കെ ഉണ്ടാക്കാ. വാഴ അവിടെ നോട്ടെ. അത് നമുക്ക് നോക്കി അതെന്തെങ്കിലുമൊക്കെ കാട്ടാം. അപ്പോൾ അതാക്കണ മോണ്ടെ നാക്കണ് വെട്ടി തുടങ്ങി.
എന്തായാലും വെട്ടിക്കൊണ്ട് കിട്ട ഗൈസ്. ഫുൾ ടൂൾസ് ആയിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് കേട്ടോ എല്ലാവരും. എന്തായാലും എനിക്ക് തോന്നണേ ഒരു വൈകുന്നേരം വരെയുള്ള പരിപാടി അതിലും ഉണ്ടാവും മിക്കവാറും. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അത്രക്കും തോന്നെ പുല്ലും കാടുകളൊക്കെ ആയിട്ടാണ് ഉള്ളത്. നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടു, ഇവിടെ കണ്ടു, എല്ലായിടത്തും നല്ല രീതിക്കുള്ള കാടുകൾ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നല്ല പണി ഉണ്ടാവും. പോരാത്തിന് ഇവിടെ വയ്യൊക്കെ കയറുന്നത് നല്ല പുല്ലുണ്ട്. എന്നവിടെ കുത്തിരുന്നാണ്, എന്നവിടെ കുത്തിരുന്നാളി, റിസ്ക് എടുക്കണ്ട, ഡേഞ്ചറാണ് ഗൈസ്, പാമ്പല്ലേ. നല്ല പെട്ടെന്ന് പോകുന്നുണ്ടല്ലടാ. ആ അങ്ങനെ എടാ ഇടാ നല്ലോണം പെട്ടെന്ന് പോകുന്നുണ്ടല്ലേ പുല്ല്. അങ്ങനെ പേടി. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഏകദേശം കഴിച്ച് ഞാൻ അവിടുന്ന് ഇത്രയൊക്കെ എടുത്തു. ഇപ്പോൾ ഭയങ്കര നയിപ്പുള്ള പരിപാടി കേട്ടോ. കാരണം ഇതുമ്പോൾ നമുക്ക് കഴിച്ച് നല്ല ഡാമേജ് ഉണ്ടാവും. അതായത് മേലും കൈ നല്ല വേറെ ഉണ്ടാവും. കാരണം ഈ കല്ല് തെറിച്ചിട്ട് നമ്മളെ മേത്തേക്ക് തട്ടും. അതുകൊണ്ടാണ് നമ്മൾ ജീൻസ് ഇട്ടിക്കണത്. മാറിന്നോ അല്ലെങ്കിൽ തലമുക്ക് കിട്ടും. ഇപ്പോൾ കഴിച്ച് നമ്മൾ റിസ്വാൻ കൊടുത്തിക്കാണ്. ഓഞ്ഞിപ്പോൾ ആ ഭാഗം നോക്കട്ടെ. ഇവിടെ കഴിച്ച് ഇമ്മൊക്കെ കുഴങ്ങിയിരിക്കുന്നുണ്ട്. ഇമ്മമ്മ എവിടെ? ആ കഴിച്ച് ഇതൊക്കെ ബാക്ക് ഭാഗമാണ് ആക്കി വരേണ്ടത്, അറിയോ? അല്ല ഫ്രണ്ടിലല്ല. എന്താ പറഞ്ഞേ? എന്തോ പറഞ്ഞല്ലോ. എന്നാ കഴിച്ച് ഇതുണ്ട്. ആ ബാക്ക് ഭാഗം ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് നമുക്ക് കാണാം. ഇമ്മമ്മ അങ്ങനെ കത്തി കൊണ്ടൊക്കെ വരുന്നുണ്ട്. ഇവിടെ ഒരു കത്തി ഉണ്ടായിരുന്നല്ലോ അമ്മമ്മ. പിന്നെ വേറെ കാര്യം പറയാനുള്ള പറഞ്ഞാൽ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കഴിച്ച് നമ്മളെ വയ്യ വാങ്ങിയില്ലേ, ആ വയ്യമ്പാടൊന്ന് നിരത്താനുണ്ട്. അതായത് അവിടെ ഫുള്ള് കാട് പിടിച്ച് കിടക്കല്ലേ, അതൊന്ന് വയ്യിൻ്റെ കറക്റ്റ് ആക്കി വെച്ചിട്ട് നമുക്ക് JCBൻ്റെ ആളെ വിളിച്ചിട്ട് കഴിച്ച് അത് മാന്തണം. പണിയുണ്ട് അപ്പോൾ കുറച്ചല്ല കഴിച്ച് നല്ല പണിയുണ്ട്. ഞാൻ ഇവിടെ ആ ചെമ്മലൊക്കെ ഇത് എടുക്കണം എഴുതി പ്ലാസ്റ്റിക് വെച്ച് പേടിയാ പാമ്പിനെ കണ്ടപ്പോൾ. മമ്മക്കോ പ്രശ്നമല്ലേ? ജീവന പേടിയില്ലാത്തവരാരാ നോക്കാം. ഇവിടെ ഞാൻ ഇടക്കിടക്ക് വരുമ്പോ വന്ന് നോക്കൂലേ, അപ്പൊ വന്ന് നോക്കിയപ്പോ ഇതിന്റെ ചോട്ടിലുണ്ടായിരുന്നു ഒരു പാമ്പ്. നോക്കിക്കോണ്ടി എനിക്ക് പേടിയാകും. മുള്ളിക്ക് വേണ്ടി നോക്കിയിരുന്നോട്ടോ അമ്മമ്മ. ഓക്കെ എന്തായാലും ഗൈസ് ഇനി നമുക്ക് വെയിറ്റ് ചെയ്തിട്ടുള്ളതാ. ഓനോട് ചെയ്തുകൊണ്ടിരിക്കല്ലേ എന്താ ചെറുക്കൻ നല്ല പണിയിലാണ് കേട്ടോ. ഞാൻ ഓനോട് പറഞ്ഞത് പൂളക്കൂട്ടാനും ചിക്കൻ കറി ഉണ്ട് പറഞ്ഞപ്പോൾ ഗൈസ് ആയിക്കോട്ടെ പറഞ്ഞു വന്നിക്കാണ്. ഇന്നത്തെ പണി കളഞ്ഞിട്ടാണ് ഗൈസ് ചെറുക്കൻ വന്നിക്കണത്. ആത്മാർത്ഥത. അതിനാണെങ്കിലും മുന്നേ കിട്ടൂല ഈ പണിക്കൊന്നും. മേലാണെങ്കിൽ ഒരു പരിപാടി മുന്നേ ഉണ്ടാവുക. ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞത് ഗൈസ്, എവിടെ പൊത്തുണ്ടോ അതിൻ്റെ ഉള്ളിൽ കയ്യും കാലും ഇടാനാണ് ഉമ്മമ്മാൻ്റെ പരിപാടി. ആ അവിടെ എന്തോ കാശപിരിശ പറയുന്നുണ്ട്. എന്തോ പറയാൻ വേണ്ടി വരികയാണ്. ഉമ്മാനെ പറ്റി എന്തെങ്കിലും കുറ്റീക്കാരം നമുക്ക് ചോദിച്ചു നോക്കാം. എന്ത് ഞാനതിനെ ആ മണലത്തെ വള്ളിയാണ് വലിച്ചാക്കാൻ വേണ്ടി. ആണല്ലേ? എന്നാ ഞാൻ അവിടെ ഇരിക്കി. അത് വേണ്ട, ഇപ്പൊ ഒരു പാമ്പിനെ കണ്ടില്ലേ? ഒരു പാമ്പിനെ ഇപ്പൊ കണ്ടതാണ്. അപ്പൊ റിസ്ക് എടുക്കണ്ട. അണലി കടിച്ചു കഴിഞ്ഞാണ്ടല്ലോ പിന്നെ നോക്കിയിട്ട് കാര്യമല്ല കേട്ടോ, വേഗം പോകേണ്ടി വരും. അപ്പൊ അതിനകത്ത് അടങ്ങി കുത്തിരിക്ക അല്ലേ? അതെ, നാളെ പെരുന്നാളാണ് അറിയോ? പെരുന്നാൾ കൂടാൻ പറ്റൂല്ലേ നമുക്ക്? ആ പറ്റണം, അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അടങ്ങിക്കണം. പെരുന്നാളിന് വണ്ടി മേലൊന്നും ഉണ്ടാക്കല്ലേ, അടങ്ങിയിരിക്കും. അങ്ങനെ ഗൈസ് ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞു. ഇപ്പൊ ഇതാക്കണ് വള്ളി മാറ്റി കിട്ടണല്ലേ. മൊത്തച്ച് മണ്ണും പഠിച്ച് വെച്ചോ. വേനുണ്ടോ മേത്ത് വെച്ചിട്ട്? ഇതൊക്കെ പറഞ്ഞോട് പറഞ്ഞില്ലേ ബ്ലേഡ് കഴിഞ്ഞിട്ട് പോണ്ടേ. ഒരു സ്വർഗം കിട്ടിയ ഫീൽ ഉണ്ടല്ലേ? കലക്കോളം ഉണ്ടാക്കിക്കണോ? ബാ ഗൈസ്, ഇതിൻ്റെ ഒരു ചടങ്ങ് പറഞ്ഞു കഴിഞ്ഞാണല്ലോ എന്ത്, ഇതിൻ്റെ ഒരു ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റിയിടേണ്ടി വരും. അതായത് ഇതിൻ്റെ ആ ഒരു നൂലില്ലേ, അത് പെട്ടെന്ന് പെട്ടെന്ന് തേഞ്ഞ് കഴിയും. മറ്റേതാ വെച്ചാൽ മതി ഞങ്ങൾക്ക്. എന്ത് ആ കമ്പിൻ്റെ അല്ലേനോ
കമ്പിനെ പറ്റൂലടാ, കമ്പിനെ കുറ്റിക്കാടിലോട്ട് കിട്ടുക. അതൊന്നും കട്ട് ചെയ്യൊന്നും വേണ്ട. ഇതുണ്ട് കേട്ടോ. ഇത് അത് അതേപോലെ തന്നെ നല്ല വെയിലുണ്ടല്ലോ. കൂളിംഗ് ഗ്ലാസ് ഇട്ടാ അറിയില്ല. ഏത് കൂളിംഗ് ഗ്ലാസ്? അതിന്റെ ഉള്ളിലും ചൂടും പുകയാണ്. എല്ലാ ചൂടുണ്ട്, എ സി ഒന്നും ഇല്ലല്ലോ അതിന്റെ ഉള്ളില്. അവിടെ ഇപ്പൊ ഇരിക്കണോക്കി തിരുന്നാ പോരെ. ആ ഈ വാർപ്പും പേരിക്ക് മാറി തന്നെ പ്രശ്നം, ചുട്ടിട്ട് നിക്കൂല. ഇട്ടത് വേളി കേട്ടോ. ഇതിന്റെ അടി കൂടെ ഇട്ട് ഇത് കൂടെ എടുക്കും, ഇത് കൂടെ കൊടുക്കും. ഓക്കെ പെട്ടെന്ന് കഴിയണ്ടാ. നീ ജന ആക്കണി കൊഞ്ഞോ കൊഞ്ഞോ എന്തേ അപ്പൊ ഒട്ടിച്ചോ ഊളെ ഇങ്ങടുത്താ വെച്ചരേ. അത് വെക്കാൻ പറ്റുവേ. എനിക്കറിയാ അല്ല ചോദ്യം കേട്ടിട്ട് ഇതെങ്ങനെയാണല്ലേ? ഇതിങ്ങനെയാണ്. അങ്ങനെ പറഞ്ഞാരി ആ പൊള്ളണേ പൊള്ളേ ഇതോ അത് ഞാനാ ഓനോട് പറഞ്ഞ ജീൻസ് ഇടാന്. കാരണം ഇപ്പൊ തന്നെ നോക്കി ജീൻസ് ഇട്ടിട്ടാണ് ആ കല്ല് വന്ന് അടിച്ചിട്ട് നോക്കി ഇവിടെ മുയച്ചത് മുറിയായി നോക്കി ഇവിടെ മൊയ പൊന്തി. ഇത് സംഭവം ഭയങ്കര ഡേഞ്ചറാണ്. എന്നാ നമുക്ക് ഈ പണിയെടുത്ത് തുടങ്ങട്ടെ. പണി തുടങ്ങിയിട്ടുണ്ട്, കയ്യാനാവുമ്പോ കാണാം. ആകെ ആദ്യം പുറം കൈയ്യട്ടെ, എന്നിട്ട് നമുക്ക് ഇതാക്കി ആകെ നമുക്ക് സാവധാനാക്കാം. പപ്പറാളെ പടല്ലോ കേട്ടോ. അല്ല ഞാൻ ചോദിച്ചതാണ്. സെറ്റാക്കി ഈ പുല്ലിയാൻ വെട്ടിയെടുക്കട്ടെ, കാരണം കുഞ്ഞുങ്ങൾക്ക് അത് വേണ്ട. ഇനി അടുത്ത പാമ്പിനടി കൊള്ളാനല്ലേ, വേണ്ട അവിടെ ഇരുന്നോളി. വേട്ടെ എന്തായാലും കഴിച്ച് നമ്മൾ വീണ്ടും പരിപാടി തുടങ്ങാണ്, സ്റ്റാർട്ടാക്കാണ്. പൊളിയോ ഓ ഒറ്റയടിക്ക് സ്റ്റാർട്ടോ. സ്റ്റാർട്ട് ആവട്ടോ. നമ്മളെ വണ്ടി വായിക്കണേ, കാറ് വായിക്കണേ. ആ ഓഫാക്കി, കാറ് വായിക്കാനെ ഓഫായും ചെയ്തു. അയ്യോ എഞ്ചിൻ സ്വിച്ച് ഓൺ ആക്കിയില്ലേ? അതിങ്ങനെ കൊടുത്ത് നോക്കി. എനിക്ക് തോന്നണേ 10 മിനിറ്റ് കഴിഞ്ഞാൽ റെസ്റ്റ് പറഞ്ഞേ. നല്ല ചൂടായി കഴിഞ്ഞാൽ റെസ്റ്റ് കൊടുക്കണം കുറച്ച് നേരം. എന്നാ ഇനി പോര്, കുറച്ചു നേരം അവിടെ വെയിലത്ത് തണലത്ത് വെച്ചാ മാസ്ക് പിന്നെയും പൊട്ടിച്ചു. ഈ ചേർക്കനെ കൊണ്ട് കുടിക്ക. ആ പൊട്ടിച്ചില്ലേ? മാസ്ക് പൊട്ടിയാലും കുഴപ്പമൊന്നുമില്ല. എന്നാ കുറച്ചു നേരം തണലത്തേക്ക് പൊരി വെയില്. അതിട്ട് കഴിഞ്ഞാൽ വെയിലൊന്നും അറിയില്ലേ. കിണറ്റിക്ക് ചാടിക്കട്ടെ മാമ. എന്നാ പിന്നെ പെരുന്നാൾ അടിപൊളിയായല്ലോ. നമ്മൾ റെസ്റ്റ് എടുക്കട്ടെ ഇനി. അത് പനി പോറായിട്ടോ. ഏത് നമ്മളൊന്ന് മൂടായി വരുമ്പോ മെഷീൻ ഓഫ് ആണ്. ടൈമുണ്ടേ, അതൊക്കെ വൈകുന്നേരം വരെ മൂടാവോടെ. ഇഷ്ടംപോലെ ടൈമുണ്ട്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഉണ്ട്. ഈ റെസ്റ്റാ പ്രശ്നം. അടുത്തങ്ങനെ പോണി കുഴപ്പമില്ല. ഞങ്ങളെന്തായാലും റൈഡ് പോകാൻ തീരുമാനിച്ചു. റെസ്റ്റിൻ പീസ് അല്ലേ. ഞാൻ റെസ്റ്റ് കഴിച്ച്. ആ അമ്മമ്മ ചോളപ്പൊരി വേണം നിൽക്കണമല്ലോ. ഇത് രാവിലെ ആരോ പെരി കിടന്നപ്പോ കൊണ്ടുവന്നാടാ. ഏതൊരു ജീൻസ് ഇട്ട് പുല്ലി ഏകരിച്ചാനോ? പുല്ലി ഏകരിച്ചാന്നല്ല, വൻ കല്ലടിയാണേ. ഇതുണ്ടോ എനിക്ക് രണ്ടുപേരും മേത്ത് കിട്ടി. മുറിയായോ? എടാ ക്രോക്സ് ഇട്ടുവിടാൻ എന്നാല് അതെന്തിനാ? ആ പച്ച കാണാലോ ഇനി. താങ്ക് യു. വൻ അടിയല്ലേ കല്ല്. ഈ ചോളപ്പൊരി നോക്ക്, നല്ല രസമുണ്ട്. ചോളാപ്പൊരി ഇത് പൊട്ട പൂളപ്പൊരിയാണ്, നല്ല സോഫ്റ്റ് പൊരിയല്ലേ. ഞങ്ങൾ ഗൈസ് എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലുമൊക്കെ കഴിച്ചാണ്ട് റെസ്റ്റ് എടുക്കട്ടെ. റെസ്റ്റ് 100 വർക്ക് 10. ചെറിയൊരു പ്രശ്നമുണ്ട് ഗൈസ്. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പണി ചെയ്തുകൊണ്ട് കിണീൻ്റെ ഇടയ്ക്ക് നമ്മളെ മെഷീനൊന്ന് കേടായി. കണ്ടില്ലേ ഗൈസ്, അവിടെ നന്നായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബൈക്ക് പോണ ബൈക്കല്ലേ അയിമ ഓട്ടിയത്. ഓനക്ക് ഗൈസ് ഓട്ടാൻ പൂതിൻ്റെ പറഞ്ഞ് വന്നതാണ്. ഓട്ടിയപ്പോൾ തന്നെ സാധനം കംപ്ലൈൻറ്റ് ആയി ചെയ്തു. വലിയ പണിയൊന്നും കേട്ടോ, ചെറിയ പണിയുള്ളതിന്. ഒരു 80 റുപ്യേൻ്റെ കേസുള്ളതിന്.
നമുക്ക് നേരെ പെരിയിലെത്തി ഇമ്മാനി അനുവിനൊക്കെ കൂട്ടിയിട്ട് നേരെ നമ്മളെ പെരൻ്റെ അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടെ നമുക്ക് പണി തുടങ്ങാൻ കഴിയും. ഇപ്പം ഏകദേശം 3 മണി ആവാനായിരിക്കണേ. ഒരു 5 മണി ആകുമ്പോൾ നമുക്ക് തീർക്കണം. ഇല്ല തീർക്കൂലേ? പിന്നെ മെഷീനും തീർക്കാം നമ്മള്. ഇത് കംപ്ലീറ്റ് ആക്കണം കൂടി. പെരിയിലേക്ക് പോട്ടെന്നാല് ഗൈസ് നമ്മൾ പണി എടുത്തുകൊണ്ട് നിന്നപ്പോൾ കുറച്ച് നേരം നമുക്കൊരു റെസ്റ്റ് കിട്ടി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മോട്ടറില്ലേ മെഷീൻ എന്തൊരു ബുഷ് ഇളക്കി പോന്നു. അപ്പോൾ അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് റിസ്വാനും മോണ്ടനും കൂടി ഇടയ്ക്കര പോയി നന്നാക്കാൻ വേണ്ടി പോയി. ഞങ്ങളും അതിൻ്റെ അടിയിൽ കൂടെ ചെറുതായിട്ടൊന്ന് പെരിയിൽ പോയി. അപ്പോൾ പെരി ചെന്നപ്പോഴാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മഴൻ്റെ ഒരമ്പക്കം. അപ്പോൾ മോണ്ട പറഞ്ഞു നിങ്ങളെന്തായാലും ഇങ്ങോട്ട് വന്ന് നിന്നോളി, ഓലെന്തായാലും നന്നാക്കിയോണ്ട് ഓല് വന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ മഴൻ്റെ നല്ല ഒരമ്പക്കം ഉണ്ടായിന്. ഇപ്പോൾ ചെറുതായിട്ട് മഴ ചാറ്റിക്കൊണ്ടിരിക്കണല്ലോ, ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ. നമ്മളെ പേരെ ഇതിൻ്റെ ഏകദേശം ഒരു 200 മീറ്റർ അപ്പുറത്ത് അവിടെ നല്ല മഴയുണ്ട്, ഇങ്ങോട്ട് മഴ ഇല്ലേനു. ഇതെന്താ സംഭവം മനസ്സിലാവില്ല. തുള്ളി വീണേ തുള്ളി വീണു ആ ടൈമിൽ ഇങ്ങോട്ട് ഇറങ്ങി. നല്ല മഴ പെയ്ച്ചല് തുടങ്ങി. വണ്ടിമ പോന്നോണ്ടിരിക്കാൻ ആ അവിടുന്ന് ഇങ്ങോട്ട് ഒരു 200 മീറ്റർ ഡിഫറൻസ് ഉള്ളൂ, പക്ഷെ ഇങ്ങോട്ട് മഴയല്ല. കഴിച്ച് മനസ്സിലാവില്ല. ആ ഇപ്പൊ അതാകണ ചെറുതായിട്ട് ഇതായിക്കൊണ്ടിരിക്കണുള്ളൂ. ഇപ്പൊ ഇവിടെ എത്തും. ഓലെന്തായാലും വന്നോണ്ടിരിക്കണ്ടെന്നാ പറഞ്ഞത് മെഷീൻ നന്നാക്കിയിട്ട്. ഇനിയിപ്പോൾ വന്നിട്ട് വേണം ഗൈസ്. കണ്ടോ ഇവിടെ ഒന്നും നമ്മളൊന്നും കാട്ടിയിട്ടില്ല. അപ്പം ആകെ കാട്ടിയതാക്കണേ. നേരത്തെ കാട്ടി തന്നില്ലേ, അവിടുന്ന് ഇവിടം വരെ മാത്രം കാട്ടിയിട്ടുള്ളൂ. ഇനി വന്നിട്ടില്ല പരിപാടിയാണ്. ഇവിടുന്ന് ഇങ്ങനെ ഇതാക്കണം. കണ്ടോ അവിടെയൊക്കെ ഇനി കിടക്കണുള്ളൂ. പിന്നെ അതിൻ്റെ ഉൾഭാഗം ബാക്ക് ഭാഗം ഒരുപാട് സ്ഥലങ്ങൾ ഇനി കിടക്കണുള്ളൂ. എന്തായാലും വെയിറ്റ് ചെയ്ത് കിട്ടോ. ഓലെത്താനായി എന്നാ പറഞ്ഞത്. വന്നിട്ട് ഇനി പണി തുടങ്ങാം. നല്ല വൈകുന്നേരം ആകുമ്പോഴത്തേനും തീരുള്ളൂ. ചെറുക്കന്മാർ നന്നാക്കിയാണ്ട് വരുന്നുണ്ട് കേട്ടോ. എവിടെ നോക്കട്ടെ. എടാ പെരൻ്റെ അങ്ങോട്ട് നല്ല മഴ. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇവിടെ മഴയില്ല. നിങ്ങൾ നനഞ്ഞോ? ആടാ കണ്ടോ ഗൈസ്, ഇത് കണ്ടോ നല്ല മഴ. ഇങ്ങോട്ട് എത്തിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ വരുള്ളൂ. ഇതൊക്കെ നനഞ്ഞൂലേ. എന്തായി മോട്ടോർ ഓണാക്കുമ്പോൾ വെള്ളം പോകും. മെഷീൻ എന്തായി സെറ്റായോ? സെറ്റടിച്ചത് ആ കൊണ്ടേ കൊടുക്കാറുണ്ട്. ശരി എന്നാ തുടങ്ങിക്കോ പരിപാടി തുടങ്ങിക്കോ. എനിക്കത് ചാട്ടാക്കട്ടെ. ഏത് അതെ ചൂടായിട്ടേ മയത്തിട്ടാണ് തണുപ്പിച്ചൂലേ. എന്നാ തുടങ്ങിക്കോ. ആരാ ഇജാക്കണേ? അപ്പൊ ഞാൻ പറഞ്ഞോ. എന്നാ കൊണ്ടാ ഫാൻ്റെ ഊര്. പെട്ടെന്ന് നോക്കിക്കോട്ടോ. ആ നമ്മൾ മെഷീൻ സ്റ്റാർട്ടാക്കാൻ പോവാണ്. ഓക്കെ തുടങ്ങിക്കഴിഞ്ഞു. ടെസ്റ്റ് ചെയ്തിക്കണേ. ഇജ് അത് ഇട്ടിട്ട് വെട്ടിയാൽ മതി. മെഷീൻ കണ്ട് തുടങ്ങിക്കോടിക്കോ. തുടങ്ങിക്കോ വേം വിട്ടോ. പെട്ടെന്ന് നോക്കിക്കോട്ടെ അനുവോ, നിർത്താൻ നിൽക്കണ്ട. ഓ ഈ പവറാണ് കിട്ടേണ്ടത്. ഈ പവറാണ് നേരത്തെ കംപ്ലൈൻ്റ് ആയത്. ആവണില്ലേ? ഓക്കെ ഇത് കണ്ടില്ലേ, ഈ സ്പീഡ് കിട്ടണം. നേരത്തെ കിട്ടണില്ല. ഇനി പുല്ലൊന്നും മുറിയണില്ല. ഇനി ഇപ്പം എല്ലാം നല്ല പുല്ലൊക്കെ നല്ല അടിപൊളിയിൽ മുറിയുന്നുണ്ടല്ലേ. ഇപ്പോൾ പുല്ല് നല്ല അടിപൊളിയിൽ മുറിയുന്നില്ലേ. പുല്ലെന്തോ ഒരു 1.5 പണിയാണ് കേട്ടോ ഗൈസ്. ആ റിസ്വാൻ നോക്ക് കുറേ നേരം അവിടെ നിന്ന് ആ ബാക്ക് ഫുള്ള് ഗൈസ് പട്ടി പണി ചെറുക്കനെ എന്തേലും കാര്യമായിട്ട് വാങ്ങിക്കൊടുക്കണം. ഇമ്മമ്മ ഗൈസ് ഒരു മെഷീൻ്റെ സഹായവും വേണ്ട, കൈ സഹായം മതി പറഞ്ഞിട്ട് ഇമ്മമ്മ ഗൈസ് ഇവിടുത്തെ പുല്ലൊക്കെ നിങ്ങൾ നോക്കി മെഷീൻ കട്ടിലാണെങ്കിൽ സൂപ്പറാക്കിയിട്ട് ക്ലീനാക്കി എടുത്തിക്കണം ഇമ്മ. പിന്നെ ഗൈസ് അവിടെ ഉള്ള വായ വെട്ടിയിട്ട് അത് നശിപ്പിച്ചിരിക്കണം ഇമ്മ. ഇനിയിപ്പോൾ നമ്മളിതാ ഈ വാക്ക് എടുത്തു. പിന്നെ ഈ കാണുന്നൊക്കെ എന്താ അറിയോ, ഇത് ആ പുല്ലാളാണ്. ഇത് നമുക്കൊന്ന് വലിച്ചിട്ട് കഴിഞ്ഞാൽ ആ പുല്ലൊക്കെ ഇളകി പോകും. ആ ഇവിടെ പിടിച്ച് വലിച്ചാലേ ഇതിവിടെ ഇങ്ങനെ പിടിച്ച് വലിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു പോരും. അതാണ് അതിന് കുറേ ഇതുണ്ട്. ചെറിയ പാമ്പ് കുട്ടികളുണ്ട്. നേരത്തെ ഇവിടുന്ന് ഒന്നിനെ കണ്ടു ചെറിയൊരു കുട്ടീനെ. ബാ ഞാൻ കേട്ടോ. അവിടെ എന്താ ബാക്കിൽ എന്താ കാട്ടിക്കണേ കാണിച്ചു തരാം. ഉമ്മ അവിടെ വായ വെട്ടിയിടുക കണ്ടില്ലേ ഗൈസ്. അങ്ങോട്ട് വന്നപ്പോൾ വിചാരിച്ചാണല്ലോ ഇമ്മാതിരി പണിയാണ്. ഓനെ ഓട്ടണം പറഞ്ഞിട്ട് വന്നാണേ. ഓനക്ക് ഓട്ടാൻ വേണം പറഞ്ഞിട്ട് കൊണ്ടുവന്നാണ് ഗൈസ് ഓനെ. പിന്നെ ഗൈസ് നിങ്ങളിത് കാണുമ്പോൾ പറയുണ്ടാവും നമ്മളാരും ഇതിന് കൂടുന്നില്ല, ഒറ്റയ്ക്ക് ഓനെ നമ്മൾ ഇതാക്കിക്കാണ്. അങ്ങനല്ല കേട്ടോ ഗൈസ്, എല്ലാവരും ഇതാക്കുന്നുണ്ട്. പക്ഷേ റെസ്റ്റിലാണ് ഗൈസ്. എല്ലാവരും മാറി ഓട്ടാൻ ഭയങ്കര ഇഷ്ടമെന്ന് പറഞ്ഞു. ഓനെ തന്നെ ഏൽപ്പിച്ചു. കണ്ടോ ആത്മാർത്ഥം നിറ കൂടം. ആ
ഈ വായൊക്കെ ഇവിടുന്ന് പറിച്ചണം നോക്കാം ഇവിടെ ഇടീന്. അത് നന്നായി എനിക്കറിയാം വായ എല്ലാം കോളാക്കുന്നു. ആ വായ കാരണം ഈ കാര്യം ഇവിടെ ഇടിഞ്ഞത് കനം പോയിട്ട് അല്ലേ? എടാ കൊറേ വായ ഇപ്പൊ വെട്ടിയാനേ. ഇങ്ങോട്ട് മഴ നോക്കി ഇപ്പൊ പെയ്യും വിചാരിച്ച് നിൽക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മളെ വയ്യൊന്ന് കട്ട് ചെയ്യാൻ പോകാൻ വേണ്ടിട്ട്. വയ്യ മാത്രം ശരിയാക്കിട്ടില്ലല്ലേ? വയ്യ ശരിയാക്കണം. ഉള്ളൂ ഈ വയ്യല്ലടാ നമ്മളെ വരന്റെ അവിടുത്തെ വയ്യ. മറ്റേ വയ്യല്ലേ? അങ്ങനെ ടൈമാണെങ്കിൽ നമ്മളെ മുമ്പിൽ കുറച്ചുള്ളൂ. ആ വള്ളി കഴിഞ്ഞല്ലോ. ഓഫായതാ അതോ ഓഫാക്കിയതാ? ഓഫായതാ ആണോ? എൻ്റെ റൈഡ് എക്സ്പീരിയൻസ് എങ്ങനെയുണ്ടെന്ന് രേഖപ്പെടുത്തില്ല. പോരെ എവിടച്ചും പോയി വന്നപ്പോ 100 കിലോമീറ്റർ പഠിച്ചു പോയി വണ്ടി നിന്നു. പോയിക്കോ പോരാ അതിന്റെ ഹാൻഡ്ലിങ് പോരാ. ഗിയർ ഷിഫ്റ്റിംഗ് പിന്നെ പറയാൻ വേണ്ട, അത് തീരെ പോരാ. എന്തായാലും ഇവിടെ എത്തിയില്ലേ? എവിടെക്കോ നമ്മൾ ഇങ്ങനെ വരുന്ന ഏരിയ ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ വരുമ്പോ നമുക്ക് നോക്കി നോക്കാം അതിന്റെ കോലം എന്താന്ന്. അതൊക്കെ നേരെ കണ്ണുക്ക് വരേണ്ട സാധനമാണ്. ഇതിലേ ലീവ് പറഞ്ഞു പോയി ഇതാക്കണുണ്ടോ? ഇത് കണ്ടില്ലേ ഗൈസ്? ഇതുണ്ടോ? ഇത് പുല്ല് പെരിക്കൊണ്ടുള്ള പരിപാടിയാ. പെരിയിൽ ആടുണ്ടോ? ആടില്ല, 2 പോത്തുകളുണ്ട്. ഇവന്റെ കാക്കി ഇതുമാടെ കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇപ്പൊ എൻ്റെ ഉള്ളുണ്ട്. എൻ്റെ ഉള്ളൊന്നും തൊട്ടിട്ടില്ല, അതിന് കടക്കണുള്ളൂ. എന്തായാലും കുറച്ച് നേരം ഈ ഇതൊന്ന് റെഡി ചെയ്യാൻ വേണ്ടി കുറച്ച് നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ സുഖീകാരം എൻ്റെ ഉള്ളു കുറച്ചുള്ളൂ, ഒറ്റയ്ക്ക് കിട്ടും. അത് വെട്ടാൻ തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഏതായാലും വാഷ് ബേസ് ഇറക്കി നമ്മോട് പറഞ്ഞില്ല. വാഷ് ബേസോ എടാ ഞങ്ങൾ അപ്പുറത്തെ പെരക്കാരത്തെ എങ്ങനെ ഒഴിവാക്കിയ സാധനമാണിത്. അതൊക്കെ കിടക്കണ നമ്മള് വാഷ് ബേസ് എങ്ങനെ പൈപ്പ് അടക്കാൻ വെച്ചിക്കണ്. ഉള്ള ചണ്ടിയും ചരങ്ങും എല്ലാം ഇങ്ങോട്ട് ഏറ്റിക്കൊണ്ടുവരും. എന്നിട്ട് ഇവിടുന്ന് 2 മാസം കൂടുമ്പോൾ ക്ലീൻ ചെയ്യും. വന്ന് ടൈം ഏകദേശം ഒരു എത്ര 5:30 കഴിക്കണോ? 5:30 ഇരുട്ടായി. ഞാൻ നിങ്ങൾക്ക് കാട്ടി തരാട്ടോ. അപ്പൊ മഴ നല്ലോണം പെയ്യാൻ നിൽക്കുന്നുണ്ട്, നല്ല ഇടിയൊക്കെ പൊട്ടുന്നുണ്ട്. എന്താ ഒരു റൂമത്തെ പുല്ല് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ബാ പൊന്നോ, ഉസ്മാനൊക്കെ ചത്തുക്കണ്. ചിത്രത്തോളാണ് നമ്മളെ ഒരു റൂമത്തെ പുല്ല് വരുന്നത്. പൊന്നോ, ഉമ്മമ്മക്ക് ആകെ ഊരമ്മ കൈ വെച്ച് നിൽക്കുന്നുണ്ട് ഇവിടെ. നമുക്ക് ആകെ തലപ്പിരാന്ത് പിടിച്ച് കുത്തിരിക്കാണ് വൈകിട്ടല്ലേ. ഇതൊക്കെ ഞാൻ ഫാൻ്റെ ഇടാതൊന്ന് പുല്ലൊട്ടി വെക്കത്ത ചോരൊക്കെ വരുന്നുണ്ട് ഓരോരോ സ്ഥലത്ത് നിന്ന്. കല്ലു ഇതൊക്കെ വന്ന് അടിച്ചിട്ട് ഫാൻ്റെ ഇടാതെ ചെക്ക് ചെയ്ത് നോക്കി. ഇവനെ സമ്മതിക്കണം, ഉരുക്ക് പോലെ നിന്ന് കളഞ്ഞു. ഇവനതിൽ എക്സ്പീരിയൻസ് ഉണ്ടോന്നെ ഇല്ലടാ സാനെ. മഴയും പെയ്തല്ലോ ഇനി എന്തായാലും പേരൻ്റെ ഉള്ളും കൂടിയല്ലേ ഉള്ളൂ. എല്ലാം കഴിഞ്ഞിട്ടോ. അതായത് ഈ ഭാഗം കണ്ടോ, പേരൻ്റെ ഉൾഭാഗമാണ് ഇപ്പോൾ ഇത് മോണ്ടൻ്റെ റൂമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ മൊത്തം വെട്ടിയാണ് കഴിച്ചു. അതേപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഹാളില് ഇത് അവിടെയൊക്കെ മൊത്തം വെട്ടിയാണ് തയ്ക്കുന്നത്. ഇതൊക്കെ പിന്നെ ചപ്പാണ് കാണുന്നത്. ഇവിടെ ഇതാക്കി ഈ റൂം ഇത് പിന്നെ ഇത് ആക്കിയോടാ ആക്കിയിട്ടില്ല ഇതാക്കിയിട്ടില്ല. പിന്നെ കുറച്ച് വെട്ടിയിട്ടതിൻ്റെയാണ് കൊണ്ടുപോയത്. ഇതാണ് ഇപ്പോൾ ആയിക്കൊണ്ട് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ബാക്ക് ഭാഗം കാട്ടിത്തരാം. പേരൻ്റെ ബാക്ക് സൈഡ് ഇതാക്കണേ. ഇവിടെ മൊത്തം വെട്ടിയിടുക. പിന്നെ ഈ ചപ്പും ചണ്ടിയൊക്കെയാണ് ഈ കിടക്കണത്. ഈ കണ്ടോ ഇതൊക്കെ ചപ്പും ചണ്ടിയാണ്. പിന്നെ ഇത് തെങ്ങ് വെട്ടിയിട്ടുണ്ട്. തെങ്ങല്ല വായ വെട്ടിയിട്ടുണ്ട്. ഇതൊക്കെ കേട്ടോ. ബാക്കി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇതാക്കിക്കണ്. എപ്പോൾ തുടങ്ങിയതാ? അതിൻ്റെ ഇടയിൽ കൂടെ മെഷീനാണെന്നുണ്ടെങ്കിൽ ഓഫ് ആവുക, എന്തൊക്കെ ആവുക. ഇനിയിപ്പോൾ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പെരൻ്റെ അവിടുത്തെ വയ്യ ഉണ്ടല്ലോ, അത് കുറച്ച് സീനാണ് കഴിച്ച്. അത് ഇന്നിപ്പോൾ നാളെ പെരുന്നാളാണ്, നമുക്ക് നാളെ ആക്കൽ നടക്കില്ല. ഇന്നൊക്കെ ആക്കാനാണെങ്കിൽ കഴിച്ച് ഇന്ന് ടൈമും സീനാണ്. നോക്കട്ടെ, നമുക്ക് ടൈം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഒരു ദിവസം അല്ലാന്നുണ്ടെങ്കിൽ ആക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ വയ്യ വാങ്ങുമ്പോൾ ഓൾറെഡി JCB വാങ്ങൂലേ, അപ്പോൾ ആ കൂട്ടത്തിൽ ഓലി ചെയ്യുകാരം. JCB കൊണ്ട് നിരപ്പാക്കുവയ്ക്കാരം. അറിയില്ല കഴിച്ച് നിങ്ങൾ ആകാശം നോക്കി ഇരുണ്ട് പുകഞ്ഞ് വരുന്നുണ്ട്. ആകെ മിന്നലൊക്കെ അടിച്ചിട്ടുണ്ടല്ലോ. ഇമ്മേ ആകെ സീന്. നല്ല ഫാനെടുക്കുക. ഫാനിലാക്കിയിട്ടേ നന്നായി. ഞാൻ പെട്ടെന്ന് താവട്ടെ വിചാരിച്ചിട്ട് ടൈമിലോ നമുക്ക് മഴയും പെയ്യണ്ടേ. ഇപ്പോൾ കഴിച്ച് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടുന്ന് കുറച്ച് മെറ്റൽ കഴിച്ച് ഓല പെരക്ക് കൊടുക്കാണ്ട്. കാരണം നാളെ കഴിഞ്ഞ പ്രാവശ്യം ഓല പെരപ്പണിക്ക് കഴിച്ച് നമ്മളെ ഇതിന് ലേസം മെറ്റൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വാങ്ങിനി. അതിനിപ്പോൾ റിട്ടേൺ കൊടുക്കാൻ പറഞ്ഞിങ്ങനെ അതിപ്പോൾ കൊടുക്കണം. നമ്മുടെ കഴിഞ്ഞിട്ട് കഴിച്ച് നമ്മൾ നേരെ പെരക്ക് പോകണം. ഈ കാര്യം അതെ
ഓന് പുല്ലിട്ടി കഴിഞ്ഞാല് ഡ്രസ് ഇട്ടിരും പറയണേ പെരുന്നാക്ക് ഡ്രസ്സും കമന്റിൽ പിൻ ചെയ്ത് വെക്ക്. ആ ഗൈസ് റിസ്വാ നമ്മളോട് ഒരു കാര്യം പറഞ്ഞേ, ഓനിക്ക് ഫുഡൊന്നും വേണ്ട, ഓനിക്ക് പെരുന്നാൾക്ക് ഷർട്ട് എടുത്തു കൊടുത്താൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ അത് നമ്മള് ഷർട്ടെങ്കിൽ ഷർട്ട്, ചെറുക്കന് ഒരു ഷർട്ട് എടുത്തു കൊടുക്കുക. അത് ചെയ്തെന്ന് മാത്രമേ ഞാൻ പിൻ ചെയ്ത് വെക്കുള്ളൂ കമന്റിൽ. ഓടെ ലോഗോ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് ഇറക്കുന്നത് എന്താ ഭാര്യ ടൈം ഉണ്ടല്ലോ. മെറ്റൽ വാരി കൊടുക്കാം. എൻ്റെ ഒരു ഉണ്ട്. ഇനി ഇത് ഷാർട്ടായി കിട്ടണല്ലേ. ഇതൊക്കെ ഗൈസ് ചോരൊക്കെ കണ്ടോ പൊടിയാണ്. ഇത് ഫാൻ്റെ ഇടാ ആക്കിയിട്ടാണിത്. തുടങ്ങിക്കോ റിസ്വാനെ, തുടങ്ങിക്കോ. എന്തായാലും ഗൈസ് ഞങ്ങളെ ബാക്കിയുള്ള പരിപാടിയും കൂടി നടക്കണം. കാരണം മഴ പെയ്യുന്നുണ്ട്, രാത്രി ആയിക്കൊണ്ടിരിക്കണം. അതിന് മുമ്പ് എല്ലാ പരിപാടിയും തീർക്കണം. മോട്ടറിനാക്കണം ഇവിടെ വലിച്ചാണ്ട് ഇതാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് റിസൾട്ട് കാണാമല്ലേ. അങ്ങനെ ഗൈസ് നമ്മുടെ ഇന്നത്തെ ഒരു കാട് വെട്ടലിൻ്റെ പണി നമ്മളിവിടെ കംപ്ലീറ്റ് ആക്കിക്കാണ്. നമുക്ക് ഗൈസ് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതാണ് ഇപ്പോൾ ആകെയുള്ളൊരു ഇടങ്ങേറെന്ന് പറയാൻ വേണ്ടിയിട്ട്. എന്തായാലും ഗൈസ് ഇത് നമുക്ക് നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞു. നിങ്ങൾ അങ്ങോട്ടൊക്കെ നോക്കി നോക്കിയടാ, അങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുത്താൽ മൊത്തം അല്ലേ മൊത്തം ഗൈസ് അടിച്ച് ക്ലീൻ ആക്കി വയ്യടക്കം കഴിച്ച് നമ്മൾ അത് അടിപൊളിയിൽ നീറ്റാക്കി കൊടുത്തിക്കണേ. ഈ ചപ്പാണ് ഈ കൊടുത്ത് അത് ഓലെ വയ്യ, ഇത് നമുക്ക് മാത്രമല്ലല്ലോ, ഇത് പത്തടി വഴി പൊതുവഴിയാണ്. അങ്ങോട്ട് പിന്നെയുള്ള ഗൈസ് ഈ മെഷീൻ നമുക്ക് കൊണ്ടുപോയി കൊടുക്കണം. അതേപോലെ തന്നെ ഇനിയിപ്പോൾ നേരെ പെരീക്ക് പോകാം. ഇനിയിപ്പോൾ നാളെ പെരുന്നാളാണ്, ഇറച്ചി വാങ്ങാൻ പോകണം, കോഴി വാങ്ങാൻ പോകണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളുണ്ട് ഗൈസ്. ഇനിയിപ്പോൾ നാളെ അതായത് അമ്മായിനെയും അപ്പാപ്പാനൊക്കെ നമ്മളെ പെരീക്കാവും, തറവാട്ടിൽ വെച്ചിട്ടാവും ഗൈസ് നമ്മൾ നോമ്പത്തോടെ ഉണ്ടാവും, പെരുന്നാൾ ഉണ്ടാവാൻ പോണത്. അപ്പോൾ പെരുന്നാൾ അമ്മമ്മ ലാസ്റ്റത്തെ പെരുന്നാളാവും നമ്മളെ തറവാട്ടിൽ വെച്ചിട്ടുള്ളത്. ഇനി പിന്നെ ഇപ്പൊ ഞാൻ നല്ല വിലയൊക്കെ കയറ്റിയിട്ടുണ്ടാകും, ലാസ്റ്റ് അറിയാൻ പറ്റൂല. ഇപ്പൊ ഈ അപ്പോൾ ഗൈസ് ഈ മഴക്കാലത്തിന് മുമ്പ് നമുക്ക് ഇങ്ങോട്ട് മാറണമെന്നുണ്ട്, ഇനി വാടകപ്പേരിക്ക് മാറണമെന്നുണ്ടെങ്കിൽ ഒരു വാടകപ്പേര കിട്ടാത്തതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാന്നറിയില്ല. നമ്മളതിൻ്റെ പിന്നാലെ തന്നെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നതാണ് വാടകപ്പേര അല്ലേ, നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. കിട്ടിയാലായി, കിട്ടിയ ഒരു സമാധാനമാണ്. കുറേ അങ്ങോട്ട് ലോങ് പോകാൻ പറ്റില്ല, കാരണം നമുക്ക് പെരപ്പണിൻ്റെ കാര്യത്തിനായാലും നമുക്ക് ഇടയ്ക്കിടയ്ക്ക് പെരീക്ക് ഒന്ന് നോക്കണമല്ലോ, ആ ഒരു പ്രശ്നം പാടുണ്ട്. എന്നാ ബാ പോവാ. മഴ അണിയുണ്ട്. അപ്പോൾ എന്നാ പെരുന്നാൾ തലേന്ന് കാണാം നമുക്ക്. പെരുന്നാളിന്റെ അന്ന് കാണാം. എന്ത് തലേന്നാണ്? പെരുന്നാളിനല്ല, ഇനിയിപ്പോൾ സാധനം വാങ്ങാൻ പോവല്ലേ. പരിപാടി ഉണ്ടല്ലേ. അപ്പോൾ ഓക്കെ ഗൈസ്.